ശ്രീ സുഭാഷ് ബാബു, ഇത്തരം ഗുരുതരമായ കൊലപാതക കേസുകളിൽ ഈ ജുവനൈൽ നിയമങ്ങൾ ഈ കുട്ടിക്കും ബാധകമാകില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട്, മൈനർ ക്യാൻ ബി ട്രൈഡ് ആസ് എൻ അഡൾട്ട് ഇഫ് ക്രൈം ക്വാളിഫൈസ് ആസ് ഹീനിയസ് ഒഫൻസ് എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവുമുണ്ട്. അതെ, അന്വേഷണത്തിനകത്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല. അന്വേഷണം സാധാരണ തെളിവെടുക്കുന്ന മാതിരി ഉള്ള തെളിവെടുപ്പാണ്. പക്ഷെ അതിൽ പ്രതിയെ നേരിട്ട് ഇവർ കാണരുത് എന്നുള്ള ഒരു പരിരക്ഷ മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കിയൊക്കെ അന്വേഷണത്തിൻ്റെ തെളിവ് ശേഖരണത്തിലൊന്നും ഇതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് അവർക്ക് അതിനൊരു സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനൊരു ലഘൂകരണമൊന്നുമില്ല. അതൊക്കെ കൃത്യമായിട്ട് പോലീസ് ചെയ്യേണ്ടതാണ്. പക്ഷെ അവരെ മറ്റു രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് പോലീസ് ചോദ്യം ചെയ്യലായാലും ശരി, അറസ്റ്റ് ആയാലും റിമാൻഡ് ആയാലും ട്രയൽ ആയാലും ഇതൊക്കെ, അതുപോലെ എസ്കോർട്ട് ആയാലും ഇതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അവിടെയൊക്കെ വലിയ പരിഗണനയുണ്ട്. അതേ സംബന്ധിച്ച് അവർക്ക് യാതൊരു രീതിയിലും ആ പോലീസിൻ്റെ സാന്നിധ്യമോ പോലീസിൻ്റെ ഇടപെടലോ പോലീസിൻ്റെ അന്വേഷണത്തിനെ സംബന്ധിച്ച് അവർക്ക് ഭയചകിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് ഗുണമോ ദോഷമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവർ ഏതെങ്കിലും രീതിയിൽ കുറ്റവാളി ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ അതുപോലും ഒഴിവാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്പഭയം ഒരു അനിവാര്യ ഘടകമാണ്. നമ്മളിപ്പം പട്ടം പറത്തുന്നതിന് ശേഷം അതിന് സ്വതന്ത്രമായി വിടുന്നുണ്ട്. അങ്ങനെ വിടണം, കുട്ടികളെയൊക്കെ അങ്ങനെ വിടണമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ അതനുസരിച്ച് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ചരട് വലിച്ച് പട്ടത്തിനെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്താണ്? പട്ടം കൂപ്പുകുത്തി എവിടെങ്കിലും പോയി വീഴും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ യുവജനങ്ങളുള്ളത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിയന്ത്രണ വിധേയമായിട്ടുള്ള സ്വാതന്ത്ര്യം, അതായത് അത് അനാവശ്യമായിട്ട് സമ്മർദ്ദങ്ങളില്ലാത്ത നിയന്ത്രണം, അത് ന്യായം, സ്നേഹോഷ്മളമായ ഒരു സാഹചര്യം. ഇപ്പം പ്രൊഫസർ കാരശ്ശേരി അദ്ദേഹം പറയുന്നുണ്ടായി, അധ്യാപകരെ സംബന്ധിച്ച് ഉത്തരവാദിത്വം ഉണ്ട് സർ, പക്ഷേ അവിടെയുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരധ്യാപകനൊന്ന് നോക്കിയാൽ പരാതിയായി. അത് പറഞ്ഞ് പരാതിയായി വരുന്നത് ഇത് ആ രീതിയിലല്ല വരുന്നത്. പരാതി എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മർദ്ദിക്കാൻ നോക്കി ഭീഷണിപ്പെടുത്തി മറ്റേ രീതിയിലാണ് വരുന്നത്. ശകാരിക്കാൻ പോലും ഇന്ന് അധ്യാപകർ, എനിക്ക് ഒരുപാട് അധ്യാപകരെ പരിചയമുണ്ട്. ഞാനും സ്കൂളിൻ്റെ പ്രദേശം, ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആൾ തന്നെയാണ് ഞാൻ, എന്നെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് അധ്യാപകരെ നേരിട്ട് പരിചയമുള്ള. അവരെ സംബന്ധിച്ചിട്ടുള്ള അവർ കണ്ടാൽ കണ്ടില്ലെന്നും കണ്ടാ മിണ്ടണ്ട എന്ന് പറയുന്ന ഒരു പുതിയ ശൈലിയിലാണ് ഇപ്പോൾ അധ്യാപകർ പോണത്. സാറിന് തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിതൊക്കെ പലരെയും പറയും. ഇപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ച്, രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്ന രക്ഷിതാക്കൾ നൂറുകണക്കിന് നമുക്ക് നേരിട്ടറിയാം. എൻ്റെ അടുത്തൊക്കെ പല പരാതികളും വരാറുണ്ട്. പലപ്പോഴും ആ കുട്ടികളെ ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒക്കെ പറയാം, അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ പഴയ അവരെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ നേരെയായ രീതിയിൽ ഒരു കുടുംബാന്തരീക്ഷത്തിൽ സംസ്കാരവും അതേമാതിരി അവിടെ ഉണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾക്കും അനുസരണമായി ആ വീട്ടിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ ജീവിച്ചു കൊണ്ടുവരുത്താൻ ഇന്ന് രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. കുട്ടികളെ ഈ സോഷ്യൽ മീഡിയയുടെയും അതേപോലെ തന്നെ മറ്റു റീൽസുകളുടെയും ഒക്കെ സ്വാധീനത്തിനടുത്ത് കുട്ടികളൊക്കെ അവരുടെ കൈവിട്ടു പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛനും അമ്മയ്ക്കോ അല്ലെ മുത്തശ്ശനും മുത്തശ്ശിക്കോ ഒന്നും വിവരമില്ല. ഞങ്ങൾക്ക് മാത്രമേ വിവരമുള്ളൂ. കുറേയൊക്കെ വിവരം അവർക്ക് കൂടുതലുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ച അനുഭവത്തിലൂടെ പഠിക്കണം എന്നുള്ളത് അവരിലേക്ക് മാറ്റാനും അതനുസരിച്ചിട്ട് അവർ പറയുന്നതല്ല ജീവിതം, അവർ കാണുന്നതാണ് ജീവിതം എന്നല്ലാണ്ട് മുതിർന്നവർ പറയുന്നതോ അധ്യാപകർ പറയുന്നതോ അല്ല ജീവിതം എന്ന് ധരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ എത്ര നിയന്ത്രിക്കാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു പഴയ കുടുംബാന്തരീക്ഷത്തിലേക്ക്, ആ സംസ്കാരത്തിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തടത്തോളം കാലം എത്രമാത്രം ഇത് കാര്യക്ഷമമാക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് സംശയമുണ്ട്. സംവിധാനങ്ങൾക്ക് ഇടപെടുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസിന് ഇടപെടുന്നുണ്ടെങ്കിലും അത് ചൈൽഡ് ലൈനോ അല്ലെങ്കിൽ അത് കൗൺസിലിങ്ങോ ഏതെങ്കിലും ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പരാതികൾ എത്തിക്കാറില്ല. കാരണം അത് പോലീസ് ഇടപെടൽ വന്നു കഴിഞ്ഞാൽ പോലീസിലേക്ക് കംപ്ലൈന്റ് വന്നാൽ ഇടപെടുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ വീടുകളിൽ ആളുകൾ സുരക്ഷിതരാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ പോലീസ് വന്നാൽ പോലീസ് രക്ഷകരാകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകാത്തതിന് ഉത്തരവാദിത്വം പോലീസിനുമില്ലേ? അപ്പോൾ നമ്മൾക്കിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ കുട്ടികളായാലും പോലീസിനെ വിളിച്ചാൽ പോലീസ് പിന്നെ രക്ഷകരായിട്ടാണ് എത്തുന്നത്. അപ്പോൾ അവർക്ക് പൂർണ്ണമായും അവർ വിശ്വസിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് അങ്ങനെയാണോ? പൂർണ്ണമായി അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഇവിടെ അങ്ങനെ
ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പോലീസിൽ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഭയമാണ്. അവരെന്തായാലും അവരെ ഒഴിവാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള സംവിധാനത്തിൽ കൂടെയാണ് പോകുന്നത്. കാരണം ഇങ്ങനെയുള്ള പരാതികൾ ഒരു രീതിയിലും പുറത്തേക്ക് അറിയാൻ ഒരു വീട്ടുകാരും ആഗ്രഹിക്കുന്നില്ല. അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അയൽ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ തന്നെ അറിയുന്നത്. പോലീസിനെ ഇടപെടുത്തുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലീസിന് പോയി ഇടപെടണം, ചോദിക്കുക. ആ സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി പോലീസിങ് എന്നുള്ള രീതി നമ്മളിപ്പോൾ നടത്തുന്നുണ്ട് ഇതെല്ലാം. അപ്പോൾ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊന്നും അങ്ങനെയുള്ള ഇടപെടൽ നടത്താൻ അവരോടും പറയുന്നില്ല. പക്ഷെ അവർ പോയി അന്വേഷിക്കണമെന്ന് പറയാം. അന്വേഷിച്ച് ആര് പറയാനാണ്? അടുത്തുള്ള വീട്ടുകാർ രഹസ്യമായെങ്കിലും പറയാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി പോലീസ് പോയി ഇടപെട്ട്. പക്ഷേ പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഈ ഓരോ കുട്ടികളെയും വിളിച്ചുകൊണ്ട് കൗൺസിൽ ചെയ്യാനുള്ള പോലീസിന് സൗകര്യമുണ്ടോ? ഇല്ല. ആകെ 2-3 കൗൺസിലർമാർ അത് പാർട്ട് ടൈമായിട്ട് അവർ പണം പോലും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സംവിധാനങ്ങളുടെ തകരാറ് ഒരുപാടുണ്ട്. ഇത് കാര്യക്ഷമമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇന്ന് ആവശ്യമുള്ളത് കൗൺസിലേഴ്സിനെയാണ്. അതിൻ്റെ ഇടപെടലുള്ള ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനങ്ങളാണ് വേണ്ടത്. അത് സ്കൂളിൽ നിന്നായാലും ഇപ്പോൾ നേരത്തെ ഈ കുട്ടി തന്നെ അധ്യാപകരോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അധ്യാപകർ തീർച്ചയായിട്ടും അത് ഇടപെടേണ്ടതായിരുന്നു. അധ്യാപകർ ഇടപെട്ടില്ല എന്നൊരു വീഴ്ച അവരുടെ ഭാഗത്തുണ്ട്. അവരെ സംബന്ധിച്ച് പോലീസിൽ പറയണ്ട. അവരെ സംബന്ധിച്ച് ചൈൽഡ് ലൈനിൽ വിളിച്ച് പറയുക, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ഓരോ സ്കൂളിലുണ്ട്, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പറയുക, ഈ കുട്ടിയെ വിളിച്ച് ചോദിക്കുക. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആ കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ല കുട്ടിക്ക് സാന്ത്വനം കൊടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചില്ല എന്നുള്ളൊരു വീഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അതിന് ഉതകുന്ന ഒരു സാഹചര്യം സംജാതമാക്കാൻ പോലീസിന് സാധിക്കേണ്ടതാണ്. സാധിക്കാൻ നമ്മൾ ഭാഗ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Debate with Smriti Parathikkad.